Hi guys, welcome back to another episode of DevPods. Today we have a special guest, meet Sajfar. He is the React developer / mentor of Coding School. So Sajfar, ഇപ്പോൾ റിയാക്ട് ഇപ്പോൾ പോപ്പുലർ ആകാൻ കാരണം എന്താ? റിയാക്ട് ബേസിക്കലി പോപ്പുലർ ആകാനുള്ള കാരണം ജാവാസ്ക്രിപ്റ്റാണ് അതിൽ വരുന്നത്. പിന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ലൈബ്രറിയാണ്. പിന്നെ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള എളുപ്പമായിട്ടുള്ളൊരു വഴിയും കൂടിയാണ് റിയാക്ട്. പിന്നെ എസ്പെഷ്യലി ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്തത് കൂടിയാണ്. സോ ബേസിക്കലി ഇത് കോമ്പോണൻറ്റ് ബേസ്ഡ് ആർക്കിടെക്ചറാണ്. പിന്നെ അതിൽ വെർച്വൽ ഡോം കൺസെപ്റ്റൊക്കെ വരുന്നുണ്ട്. സോ നല്ല ഫാസ്റ്റാണ്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത്. അപ്പോൾ കൂടുതൽ കമ്പനീസ് ഇപ്പോൾ റിയാക്ട് ചൂസ് ചെയ്യാൻ കാരണം എന്താ? ഒബ്വിയസ്ലി അതിൻ്റെ പെർഫോമൻസ് ആണ്. റിയാക്ടിൻ്റെ പെർഫോമൻസ് തന്നെയാണ് അത് ചൂസ് ചെയ്യാനുള്ള കാരണം. ബിക്കോസ് ഭയങ്കര എഫിഷ്യൻ്റ് ആണ്, നല്ല പെർഫോമൻസ് ആണ്. പിന്നെ അതുപോലെ ലാർജ് കമ്മ്യൂണിറ്റി ആണ്. ഓക്കെ, പിന്നെ അതുപോലെ സ്കെയിലബിലിറ്റി ഉണ്ട് റിയാക്റ്റിന്. ബിക്കോസ് വെബ് ബിൽഡ് ചെയ്യുന്ന ടൈമിൽ സ്മോളിന്ന് ലാർജ് വെബിലേക്ക് സ്വിച്ച് ചെയ്യാൻ നല്ല സ്കെയിലബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ടൊക്കെയാണ് കമ്പനീസ് റിയാക്ട് ചൂസ് ചെയ്യുന്നത്. ഈ റിയാക്ട് ആംഗുലറിൽ ഇപ്പോൾ കേൾക്കുന്ന ടേംസ്, ഈ റിയാക്ട് ആംഗുലർ തമ്മിൽ ശരിക്കും വ്യത്യാസം എന്താണ്? ആക്ച്വലി റിയാക്ട് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ലൈബ്രറി ആണ്. നേരെ ഓപ്പോസിറ്റ് ആംഗുലറിലേക്ക് പോകുന്ന ടൈം അതൊരു ഫ്രെയിം വർക്കാണ്. സോ ബേസിക്കലി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, റിയാക്ട് ആണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തരുന്നത് കമ്പാരിറ്റീവ്ലി ആംഗുലർ. സോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കറൻ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്, പെർഫോമൻസ് ഉള്ളതുകൊണ്ടാണ് റിയാക്ട് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. പിന്നെ റിയാക്റ്റിൽ ജാവാസ്ക്രിപ്റ്റ് ആണ്, ആംഗുലറിൽ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. സോ അതൊക്കെയാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ആസ് എ ബിഗിനർ റിയാക്ട് എങ്ങനെയാണ് അവർക്ക് ഈസി ആയിട്ട് ഗ്രാസ്പ് ആണോ, അല്ല കുറച്ചും കൂടി ഈസിയാണ്? എസ്പെഷ്യലി ജാവാസ്ക്രിപ്റ്റ് അറിയുന്ന ഏതൊരു ബിഗിനേഴ്സിനും പെട്ടെന്ന് റിയാക്ട് പഠിക്കാൻ പറ്റും. ലേണിംഗ് കർവ് ഈസിയാണ്, അത്ര ഡിഫിക്കൽട്ട് അല്ല. റിയാക്ട് ഡെവലപ്പേഴ്സിനോട് എന്തെങ്കിലും അഡ്വൈസ്? റിയാക്ട് ഡെവലപ്പേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ റിയാക്ട് നോളജ് ഇൻക്രീസ് ചെയ്യുക. പിന്നെ അതുപോലെ ടൈപ്പ് സ്ക്രിപ്റ്റ് പഠിച്ചിട്ട് നിങ്ങൾക്ക് ആംഗുലറും കൂടി പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ചില കമ്പനീസൊക്കെ ടൈപ്പ് സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും റിയാക്ട് തന്നെയാണ് കറൻ്റ്ലി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ നോളജ് എന്തായാലും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. അതൊക്കെയാണ് പറയാനുള്ളത്. So thank you for listening us. So we will hopefully meet you soon in another episode.